വംശിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ദുർഗാദേവിയുടെ 7ാം ഭാവത്തെക്കുറിച്ചാണ്. 7ാം ദിനം ദേവിയെ നമ്മൾ കാർത്യായനി രൂപത്തിലാണ് പ്രകീർത്തിക്കുന്നത്. മൂലമന്ത്രം കേട്ടാലോ? മൂലമന്ത്രം ഇപ്രകാരമാണ്: ഓം ദേവി കാർത്യായനിയെ നമഃ. ഒന്നും കൂടി പറയാം: ഓം ദേവി കാർത്യായനിയെ നമഃ. ഇനി ധ്യാനമന്ത്രം കേൾക്കാം. വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർദ്ധാകൃതം ശേഖരം വരദ അഭയദാം ചൈത്യാം കാർത്തികേയിത്യ അഷ്ടമാം. ഒന്നും കൂടി പറയാം: വന്ദേ വാഞ്ചിതലാഭായാം ചന്ദ്രാർദ്ധാകൃതശേഖരാം വരദ അഭയദാം ചൈത്യാം കാർത്തികേയിത്യ അഷ്ടമാം. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: കാർത്തികേയനിയായ അമ്മേ, ഞാൻ വണങ്ങുന്നു. ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കുന്നവളും, ചന്ദ്രനെ തലയിൽ ചൂടിയിട്ടുള്ളവളും, വിദ്യാശോഭയോടെ വിരാജിക്കുന്നവളും, അഭയമുദ്ര, വരദമുദ്ര എന്നിവ നൽകി ഭക്തരെ അനുഗ്രഹം ചൊരിയുന്ന അഷ്ടമി ദേവിയായ അമ്മേ, എന്നെ എന്നും കാത്തരുളേണമേ. ദേവിയുടെ പ്രിയ നിറം പിങ്കാവുന്നു. സ്നേഹവും സൗന്ദര്യത്തെയും സൂചിപ്പിക്കുന്നു. പ്രിയ പുഷ്പമാകട്ടെ ചെത്തിപ്പൂവ്, ചെമ്പരത്തി, അരളിപ്പൂവ് എന്നിവ. നൈവേദ്യമായിട്ട് സമർപ്പിക്കാവുന്നത് ശർക്കര അവലിട്ടത്, കൽക്കണ്ട പായസം, ഉപ്പേരി വെളിച്ചെണ്ണയിൽ വെന്തതായിരിക്കണം കേട്ടോ. ഇനി അനുഗ്രഹ വർഷത്തെക്കുറിച്ചാണെങ്കിലോ പറയേണ്ടതില്ലല്ലോ. ആരോഗ്യം, സമൃദ്ധി, സന്താന സൗഭാഗ്യം, കുടുംബ സൗഖ്യത്തിന് തടസ്സങ്ങൾ നീങ്ങാനും ദേവിയെ ഇന്നതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ പ്രീതിപ്പെടുത്തുന്നു. കാർത്യായനി കവചം ഇപ്രകാരമാകുന്നു: ശിരോ മേ രക്ഷതു കാർത്യായനി, ലോചനോ രക്ഷതു ശൂലധാരിണി, കർണോ ശംഭു വല്ലഭ രക്ഷതു, നാസിക രക്ഷതു പത്മവാസിനി, മുഖമേ രക്ഷതു കാളിക, ഗ്രീവാ രക്ഷതു മഹേശ്വരി, ഭുജൗ രക്ഷതു ശക്തിധാരിണി, നാഭി രക്ഷതു കാർത്യായനി, കടിമേ രക്ഷതു ഭീക്ഷണാഖ്യാം, ജാനുനി രക്ഷതു ശൂലിനി, പാദൗ രക്ഷതു ജഗന്മാതാ, സർവാംഗം രക്ഷതു നിത്യം കാർത്യായനി പരാൽപര. എന്നെ കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അമ്മ കാർത്യായനി ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.